ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിപുലിക്കും. അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി ഒരു നിലപാടെടുക്കും, അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ 6 മാസക്കാലത്തിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം കേരള കോൺഗ്രസ് നിലപാടെടുക്കും, എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിനകത്ത് കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ് അല്ലേ. അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ ഘട്ടത്തിൽ പറഞ്ഞു, കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ, ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 110 സീറ്റുകളിൽ ഭൂരിപക്ഷം UDFനുണ്ടായിരുന്നു. നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോൾ അത് 80 അപ്പോൾ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക മറ്റ് സ്ഥലങ്ങളിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെങ്ങാണ്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നുള്ള ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി? ഒരു പ്രസക്തിയില്ല. ഇപ്പോൾ ഈ ചർച്ച വന്നത് എന്തിനാണ്? ഞാൻ ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ, എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ICUവിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നു. അദ്ദേഹത്തിനെ കാണാൻ ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് അവിടെ പോയി. അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാനത് അറിയിക്കുകയും മുഖ്യമന്ത്രിയെയും ഞാൻ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല 5 കേരള കോൺഗ്രസ് പാർട്ടിയുടെ 5 MLAമാരും അവിടെ പോവുകയുണ്ടായി. അവിടെ പോയി അതിൽ പങ്കെടുത്തു, മുഴുവൻ MLAമാരും പങ്കെടുത്തു. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും അങ്ങനെ പോകുമ്പോൾ അത് മുഴുവൻ മാധ്യമങ്ങളെ അറിയിച്ച് അല്ലെങ്കിൽ പബ്ലിക്കെ അറിയിച്ച് പോകണമെന്ന് അതെനിക്ക് സാധിക്കുന്നതല്ല.